നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു മലയാളം വാർത്താ ചാനലിന്റെ റിപ്പോർട്ടറും സംഘവും ഗ്രാമവീഥികളിലൂടെ ട്രെൻഡ് തേടി നടക്കുകയാണ്. ഇതിനിടെ ഒരു സാധാരണ യുവ കർഷക തൊഴിലാളിയുടെ സമീപത്തും സംഘമെത്തി. പല ചോദ്യങ്ങളും റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബീഹാർ യുവാവിൽ നിന്നും അവർ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരം കിട്ടുന്നില്ലെന്ന് കാണുന്ന നമ്മൾക്ക് പോലും തോന്നിപ്പോകും. ഒടുവിൽ റിപ്പോർട്ടർ ട്രംപ് കാർഡ് തന്നെ ഇറക്കി. ജനാധിപത്യത്തിന്റെ കാവലാൾ രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിക്കുന്നു. മറു ചോദ്യത്തിൽ ആ യുവാവ് ആ അഭിമുഖ സംഭാഷണത്തിന് അന്ത്യം കുറിച്ചു. ആ യുവാവിൻ്റെ ആ ഉത്തരമാണ് ബീഹാർ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരവും. ഇനി ആ ചാനൽ റിപ്പോർട്ടറിൻ്റെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആ യുവാവിൻ്റെ ഉത്തരം അതാരാണ് എന്ന മറു ചോദ്യമായിരുന്നു. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന: നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ബീഹാറിന്റെ ചരിത്രത്തിൽ നിന്നും തുടങ്ങാം. വിശാലമായ ഭാരതത്തിന്റെ ഹൃദയഭാഗമാണ് ബീഹാർ. അതിബൃഹത്തായ ഒരു ചരിത്ര പാരമ്പര്യം പേറുന്നതാണ് ഈ പിന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാർ. അതിന്റെ ചരിത്രത്തിൽ വേദകാലത്തിന്റെ പ്രാമുഖ്യവും സവിശേഷ സാംസ്കാരികതയും നിറഞ്ഞു നിന്നിരുന്നു. നമ്മുടെ ഇതിഹാസങ്ങളിൽ പരാമർശിച്ച ഈ മണ്ണാണ് ഗൗതമ ബുദ്ധനും മഹാവീരനും ജന്മം നൽകിയത്. ചന്ദ്രഗുപ്തനും അശോകനും ഭരണം നടത്തി അഭിവൃദ്ധി പ്രാപിച്ച നാട്. വിദേശ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം തേടാനെത്തിയിരുന്ന നളന്ദ, വിക്രമശില സർവകലാശാലകൾ സ്ഥിതി ചെയ്തിരുന്ന പുണ്യഭൂമി. ഇനി സ്വാതന്ത്ര്യ സമരകാലത്ത് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ബീഹാർ ദേശസ്നേഹത്തിന്റെ അമരത്ത് നിലയുറപ്പിച്ച മണ്ണുകൂടിയായിരുന്നു. ശിപായി ലഹളയും ചമ്പാരൻ സത്യാഗ്രഹവും തുടങ്ങി എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ. അങ്ങനെ സമ്പന്നമായ സംസ്കാരത്തിനും പൈതൃകത്തിനും പേരുകേട്ട ബീഹാർ പക്ഷേ കാടൻ നിയമങ്ങൾക്കും അക്രമവും അഴിമതിയും നിറഞ്ഞ സംസ്കാരമില്ലാത്തവരുടെ നാടായാണ് നമുക്ക് പരിചിതം. ആ സാംസ്കാരിക ദുരന്തം എങ്ങനെ സംഭവിച്ചു? 5-10 മിനിറ്റ് വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല ബീഹാറിന്റെ വളർച്ചയും തളർച്ചയും. ഇവിടെ നമുക്ക് ബീഹാറിന്റെ സ്വാതന്ത്ര്യാനന്തര വർത്തമാനകാല രാഷ്ട്രീയം മാത്രം ലളിതമായി പരിശോധിക്കാം. സ്വാതന്ത്ര്യാനന്തരം തുടർച്ചയായി 50 വർഷമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ബൃഹത്തായ പാരമ്പര്യം പേറിയിരുന്ന ബീഹാറിൽ ഭരണം നടത്തിയത്. കോൺഗ്രസ് ഭരണത്തിന് മുഖമുദ്രയായതെന്ത് എന്ന് ഇവിടെ എടുത്തു പറയുന്നില്ല. അത്ര കാലത്തെ ഭരണത്തിന് ശേഷം ശോഷിച്ച സാമൂഹ്യ സാമ്പത്തിക രൂപമായി ബീഹാർ മാറി. കോൺഗ്രസിൽ നിന്നും ഭരണമേറ്റെടുക്കുന്നത് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. രാഷ്ട്രീയ ജനതാദൾ എന്ന പേരിൽ സ്വയം സ്ഥാപിച്ച പാർട്ടിയുമായി കുടുംബവാഴ്ചയ്ക്ക് തുടക്കമിടുകയായിരുന്നു ലാലു. ബീഹാറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മാറ്റങ്ങൾക്ക് വഴിവെച്ച ലാലു പ്രസാദ് യാദവ് പതിയെ ജാതി രാഷ്ട്രീയത്തിന്റെ സമവാക്യത്തിൽ ഭരണം തുടർന്നു. കൊള്ളയും കൊലയും അഴിമതിയും നിറഞ്ഞാടിയ ബീഹാർ കുടുംബാധിപത്യത്തിൽ ജംഗിൾ രാജ് എന്ന വ്യവസ്ഥിതിയിൽ അമരുകയായിരുന്നു. ആ നാളുകളിൽ ഏതൊരു നെറുകേടും ജാതിമത സമവാക്യം കൊണ്ട് പൂരിപ്പിച്ച ലാലുവിന് ബദലായി വന്ന നേതാവായിരുന്നു നിതീഷ് കുമാർ. പിന്നീട് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായത് ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിച്ചായിരുന്നു. രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുക കൂടി ചെയ്തത് ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. നിതീഷിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡും RJDയും ഒന്നിച്ചു ഭരിച്ച കാലവും ബീഹാറിൽ ഉണ്ടായിരുന്നുവെങ്കിലും ജനസമ്മതിയിൽ നിതീഷ് ആയിരുന്നു മുന്നിൽ. ഇന്ന് രാജ്യത്തെ ഏറ്റവും വേഗതയിൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ബീഹാറിന്റെ സ്ഥാനം പരിശോധിക്കുമ്പോൾ നിതീഷ് കുമാർ ഭരണം കൈയാളിയ കാലം ബീഹാറിന്റെ സഞ്ചാരം ഏതു പാതയിലായിരുന്നുവെന്ന് വ്യക്തമാക്കി തരും. ഇതുതന്നെയാണ് നിതീഷും NDAയും വൻ വിജയം നേടാൻ കാരണവും. BJP കേന്ദ്ര സർക്കാർ മുഖമുദ്രയാക്കുന്നത് വികസനം എന്ന വാക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയിൽ ബീഹാറിനെ വളർത്തുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു ജനത വികസനത്തിന്റെ ഉദയങ്ങളിലേക്കാണ് ഉണരുന്നത്. സ്ത്രീകളാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്നത് എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. ബീഹാറിലും നിതീഷിനെ പിന്തുണച്ചത് നാരീശക്തി തന്നെയാണെന്നാണ് അനുമാനം. കേന്ദ്രത്തിൽ മോദിക്ക് ലഭിക്കുന്ന പിന്തുണയും മറ്റൊന്നല്ല. പിന്നെ ജെൻസി, അവരെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാമെന്ന കണക്കുകൂട്ടലിൽ പിഴച്ചു പോകുന്നത് ആർക്കാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. വിരൽ തുമ്പുകൊണ്ട് ലോകം കാണുന്നവർക്ക് മുന്നിൽ രാഷ്ട്രീയ നാടകം അവതരിപ്പിക്കുമ്പോൾ വായിക്കാനും കേൾക്കാനും മാത്രം കഴിഞ്ഞിരുന്ന ഒരു കാലത്തെ ആഖ്യാനവും അവതരണവും പോരാ എന്ന് കോൺഗ്രസിന്റെ നാടകാചാര്യന്മാർ മനസ്സിലാക്കുന്നത് നന്ന്. വോട്ട് ചോരി പ്രഹസനമായത് ഒരു ഉദാഹരണം മാത്രം. നാരീശക്തിയുടെ പ്രഹരം നാടിന്റെ പ്രതികരണമായി മനസ്സിലാക്കുക. അല്ലാതെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുന്നത് ബീഹാറിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സമ്മതിദാനത്തിന്റെ മഷി അവരുടെ ചൂണ്ടുവിരലിലാണ് പതിഞ്ഞത്. അത് നിങ്ങൾക്കു നേരെ നീട്ടാൻ അധരവ്യായാമം പോരാതെ വന്നിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.